എന്നും ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളും കരിമീൻ പൊരിച്ചതും അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നെടുമുടി വേണുവിൻ്റെ ഗാനവും. പ്രയാണമെന്നുള്ള സിനിമയുടെ സമയത്ത് അതിന് തിരക്കഥ എഴുതാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് പത്മരാജൻ എന്നുള്ള ഞാൻ വിളിക്കുന്ന പപ്പേട്ടനെയായിരുന്നു. ഭരതേട്ടൻ്റെ കഥ 4-5 സീനുകൾ വെച്ച് ഇദ്ദേഹം തിരക്കഥ എഴുതുമായിരുന്നു പകലിരുന്ന്. രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ വായന പരസ്പരം വായിച്ച് കേൾക്കാനായിട്ടിരിക്കും. പക്ഷേ അന്നിങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അവർ രണ്ടുപേരും പരസ്പരം വായിച്ച് അത് ഒരുമിച്ചായിരുന്നു. അപ്പോഴീ തിരക്കഥ എഴുതുന്നതും ഷൂട്ട് നടക്കുന്നതും ഒരുമിച്ചാണോ അതോ എഴുതി തീർത്തതിന് ശേഷം തന്നെയാണ്? തിരക്കഥ എഴുത്ത് ഇദ്ദേഹം പകലിരുന്ന് എഴുതും, രാത്രി അത് വായിച്ച് കേൾപ്പിക്കും. അപ്പോഴാ ടീമിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് ആ സമയത്ത് കൂടെ ഉണ്ടാകാൻ പറ്റും. ഇതിപ്പോ ഒരു ടീം എന്നുള്ളതല്ല, ഭരതനെ ഹെൽപ്പ് ചെയ്യുന്ന പത്മരാജൻ എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ പത്മരാജൻ എങ്ങനെയാണ്? കാരണം ഇത് മലയാളത്തിലെ ക്ലാസിക്സ് ആണല്ലോ. ഒരിടത്തൊരു ഫയൽവാൻ, പെരുവഴി അമ്പലം, രണ്ടും മലയാളത്തിലെ ക്ലാസിക്സ് എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ ആ രണ്ട് പത്മരാജൻ തന്നെ ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ ക്രിട്ടിക്കലി അക്ലൈംഡ് എന്ന് പറയുന്ന 2 സിനിമകളാണ് ഇത് രണ്ടും. അത് രണ്ടിൻ്റെയും കലാസംവിധായകനാണ്. പെരുവഴിയമ്പലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണാൻ പോകുന്ന കൂട്ടത്തിലും എല്ലാം നമ്മളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൽ മറ്റേ ബാലാരത്താണ് അങ്ങനത്തെ ഒരു ഈ ചെക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഇത് ആട്ടിയെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെയാണുള്ളത്, പെരുവഴിയമ്പലത്തിൽ. അപ്പോൾ അതിലൊരു പുതിയ പുതുമുഖ അശോകൻ നായകനായിട്ട് വരുന്നതും അങ്ങനെ അശോകൻ ഇതിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ വീട്ടുകാർ സാധാരണ പറയും എൻ്റെ മകനെ ഒരു ഡോക്ടറാക്കണം, ഒരു എഞ്ചിനീയറാക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അന്നത്തെ കാലത്തെ ആഗ്രഹം ഈ എൻ്റെ പേരെഴുതിയ സിനിമാ പോസ്റ്റർ മതിലുകളിൽ ഒട്ടിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു. ഭരതൻ പൊട്ടിച്ച് വായിച്ചു ആ കത്ത്. എന്നുവെച്ചാൽ ഭരതൻ്റെ പേരിൽ എഴുതിയ കത്ത്. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പൊട്ടിച്ച് വായിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ മോചിപ്പിക്കൂ. പ്രിയദർശൻ്റെ ആദ്യ സിനിമയായ പൂച്ചയ്ക്കൊരു മുക്കുത്തി, ബാലു കിരീയത്തിൻ്റെ ആദ്യ സിനിമയായ തകിലു കൊട്ടാമ്പുറം, പത്മരാജൻ്റെ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽവാൻ, ഇങ്ങനെ നിരവധി മലയാള സിനിമകളുടെ കലാസംവിധായകനായിരുന്ന സാനന്ദരാജാണ് ഇന്ന് നമ്മളോടൊപ്പം. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഭരതനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഭരതൻ്റെയും പത്മരാജൻ്റെയും പ്രിയദർശൻ്റെയും ഒപ്പം വർക്ക് ചെയ്തിരുന്ന അനുഭവങ്ങളാണ് ഇന്ന് ഒപ്പത്തിൽ പ്രധാനമായും അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. നമസ്കാരം. പ്രധാനമായിട്ടും ഭരതനുമായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്തെക്കുറിച്ച് തന്നെ ചോദിക്കാം. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കൂടുതലും ഈ കലാസംവിധാനം, പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങിയ ഏരിയകളിലാണ് ഭരതൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം തന്നെ ഒരു കലാസംവിധായകനാണ്. അപ്പോൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കുമല്ലോ അദ്ദേഹം അത്തരം മേഖലകളിൽ കൂടെ നിർത്തുന്നത്. എങ്ങനെയാണ് ഭരതനെ ആദ്യം കാണുന്നത്? എങ്ങനെയാണ്, ഏതൊക്കെ സിനിമകളിലാണ് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തത്? ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിരുന്ന ഭരതൻ അദ്ദേഹം ആദ്യമായിട്ടൊരു സിനിമ കലാസംവിധാനം ചെയ്യാനുള്ള അവസരം കിട്ടി. പക്ഷേ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷകളിൽ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഇതിൽ പരസ്യ കല കൂടെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊരു ഫൈനാൻസ് വിദ്യാർത്ഥി അസിസ്റ്റൻ്റായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭരതൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ്. മനസ്സിലായി. ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇന്നത്തെ സിനിമ കാണുന്നത് പോലെ ഒന്നും ഔട്ട്ഡോറിലായിരുന്നില്ല ഷൂട്ടിംഗ്. ഗാന ചിത്രീകരണം മാത്രമാണ് ഔട്ട്ഡോറിൽ എടുത്തുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം സ്റ്റുഡിയോയ്ക്കുള്ളിൽ. അവർ ഒരു വീട് ശരിയാക്കുകയാണെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം പെയിൻറ് ചെയ്ത് വരയ്ക്കണം. ഇപ്പോൾ ഒരു കുടിൽ, ഒരു സീഷോറിനടുത്തുള്ള ഒരു കുടിലെല്ലാം ആർട്ട് ഡയറക്ടർ എല്ലാം ശരിയാക്കി വയ്ക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കടലും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വരയ്ക്കണം, പെയിൻറ് ചെയ്യണം. യാഥാർത്ഥ്യ ബോധത്തോടുകൂടെയുള്ള പെയിൻറ്റിങ്ങുമായിരിക്കും അത്. പിന്നെ യഥാർത്ഥം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ലൈവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തെങ്ങിൻ്റെ ഓല ഒരു വ്യക്തി അതിൻ്റെ ഒരു സൈഡിൽ, ക്യാമറയുടെ ഒരു സൈഡിൽ പിടിച്ച് അത് ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മാവിൻ്റെയോ പ്ലാവിൻ്റെയോ ശിഖരങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ലൈവായിട്ട് അത് ഫീൽ ചെയ്യിക്കത്തക്കവണ്ണം ചെയ്തുകൊണ്ടിരുന്ന ഒന്നായിരുന്നു അന്ന്
സ്റ്റുഡിയോകളിൽ നടന്നു വന്നിരുന്ന ഒരു രീതി. ഓ, അപ്പോൾ പ്രധാനമായും കലാസംവിധായകന്റെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലെങ്കിൽ ആ ടീമിന്റെ ജോലി? അതെ, ആ ടീമിലാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അതിൽ നമ്മുടെ ഭരതേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റർ എന്നുള്ള വ്യക്തിയായിരുന്നു അന്ന്. ഓ, ആദ്യം. അതെ, അത് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള പരിചയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പുള്ളിയെ ആർട്ട് ഡയറക്ടറായിട്ട് ഉദയ സ്റ്റുഡിയോയിലുള്ള ഗന്ധർവ ക്ഷേത്രം എന്ന സിനിമ ചെയ്യാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രേമനസീറും ശാരദയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒന്നാണ് ഈ ഗന്ധർവ ക്ഷേത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാനങ്ങനെ ആ ഞായറാഴ്ച ഒരു അവധി ഉള്ള ദിവസമാക്കി എനിക്ക് മാറ്റിയിരുന്നു. അങ്ങനെ പോകേണ്ട ബസ് 2 ബസ് കയറിയാണ് പോകേണ്ടത്. ബസ്സിൻ്റെ നമ്പറുകളെല്ലാം പറഞ്ഞു തന്നു, അഡ്രസ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ കോടമ്പക്കം ബ്രിഡ്ജിന് അവിടെയാണ് എനിക്ക് ഇറങ്ങേണ്ടത്. പിന്നെ നടക്കുകയാണ് വേണ്ടത്. അവിടെ നിന്നൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 കിലോമീറ്ററോളം നടക്കണം. ഒരു രാം തിയേറ്ററുണ്ട്, അതുവഴി പിന്നെ പോയിട്ട് പരങ്കുസവരം സ്ട്രീറ്റിൽ നിന്നാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ ഈ എൻ്റെ തീസിസ് വർക്ക് തീരുന്നത് മെയ്യിലാണ്. അപ്പോൾ മെയ് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം വരണം. പിന്നെ പരസ്യ ചിത്രം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഫൈൻ ആർട്സ് കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അല്ല, അത് തന്നെ, അതിൻ്റെ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അതനുസരിച്ചാണ് ഇത്തരം വർക്കുകളും കൂടെ ഉണ്ടാകും, നമുക്ക് പിന്നെ സിനിമ വരുമ്പോൾ അതിലും പോകാം എന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടുന്നത്. എനിക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം സിനിമയിലേക്ക് വേണ്ടി ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രങ്ങളിൽ നിന്ന് സിനിമയുടെ പോസ്റ്ററുകൾ കാണുമ്പോൾ ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്ത് വരച്ചുകൊണ്ടിരുന്നതൊക്കെ എൻ്റെ കൈവശം കുറച്ചുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്തെ ഒരു സിനിമാ പ്രേമം ഉണ്ടായിരുന്നു. അത് സിനിമാ പ്രേമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീട്ടുകാർ സാധാരണ പറയും എൻ്റെ മകനെ ഒരു ഡോക്ടറാക്കണം, ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അന്നത്തെ കാലത്തെ ആഗ്രഹം ഈ എൻ്റെ പേരെഴുതിയ സിനിമാ പോസ്റ്റർ മതിലുകളിൽ ഒട്ടിക്കണമെന്നുള്ളതായിരുന്നു. അത് ഞാനിപ്പോൾ പിൽക്കാലത്ത് ഞാൻ അനിമേഷൻ പഠിപ്പിക്കുമ്പോഴും എൻ്റെ വിദ്യാർത്ഥികളോട് ഞാനിങ്ങനെ പറയുമായിരുന്നു, നിങ്ങളൊരു ഓസ്കാർ അവാർഡ് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കുക, നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ലോക്കൽ അവാർഡെങ്കിലും കിട്ടും എന്ന് ഞാൻ അവരെ പറഞ്ഞ് എൻ്റെ അനുഭവം വെച്ച് പറയുമായിരുന്നു. എനിവേ ജൂൺ മാസം തൊട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് കൂടെ താമസിച്ചാണ്. അപ്പോൾ ഭരതൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു? ഒരേ മുറിയിലായിരുന്നു? അല്ല, അവിടെ ഒരു അപ്സ്റ്റെയറിൽ ഒരു വീടാണ്. ശരിക്കും പറഞ്ഞാൽ 2-3 മുറിയും കിച്ചണും എല്ലാം ഉള്ള ഒരു വീടാണ്. ഭരതൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആകുന്ന സമയത്ത് കൂടെ ഉണ്ടോ? അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ യാത്ര എങ്ങനെയായിരുന്നു? അല്ല, ഭരതൻ്റെ ഈ ആർട്ട് ഡയറക്ടർ സമയം മാത്രമാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനം എന്ന് പറയുന്നത് പ്രയാണം എന്നുള്ള സിനിമയായിരുന്നു. ഈ പ്രയാണം എന്നുള്ള സിനിമയുടെ സമയത്ത് അതിന് തിരക്കഥ എഴുതാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് പത്മരാജൻ എന്നുള്ള ഞാൻ വിളിക്കുന്ന പപ്പേട്ടനെയായിരുന്നു. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത ഉണ്ടായത്, ഭരതേട്ടൻ്റെ കഥ 4-5 സീനുകൾ വെച്ച് ഇദ്ദേഹം തിരക്കഥ എഴുതുമായിരുന്നു പകലിരുന്ന്. രാത്രി ഒരു 8-9 മണിയാകുമ്പോൾ വായന പരസ്പരം വായിച്ച് കേൾക്കാനായിട്ടിരിക്കും. പക്ഷേ അന്നിങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അവർ രണ്ടുപേരും പരസ്പരം വായിച്ച് അത് ഒരുമിച്ചായിരുന്നു. അപ്പോഴീ തിരക്കഥ എഴുതുന്നതും ഷൂട്ട് നടക്കുന്നതും ഒരുമിച്ചാണോ അതോ എഴുതി തീർത്തതിന് ശേഷം തന്നെയാണ്? തിരക്കഥ എഴുത്ത് ഇദ്ദേഹം പകലിരുന്ന് എഴുതും, രാത്രി അത് വായിച്ച് കേൾപ്പിക്കും. അപ്പോഴാ ടീമിന്റെ ഭാഗമായിരുന്നത് കൊണ്ട് ആ സമയത്ത് കൂടെ ഉണ്ടാകാൻ പറ്റില്ല. ഇതിപ്പോ ഒരു ടീം എന്നുള്ളതല്ല, ഭരതനെ ഹെൽപ്പ് ചെയ്യുന്ന പത്മരാജൻ എന്നേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം പൂർണ്ണമായില്ലല്ലോ. അപ്പോൾ എഴുതുന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിലും എല്ലാം പറയും. പക്ഷേ അതിൽ ഒരു യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഞാനും അതിലൊരു പങ്കാളിയായിരുന്നു. അത് ഭരതൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിലാണോ? അല്ല, അതുമല്ല. ഇപ്പോൾ സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ നോവലിസ്റ്റുകൾ ഈ പരസ്പരമുള്ള പലരെയും പരിചയപ്പെടുന്നത് തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടി അവർക്കൊരു കഥ എഴുതാനോ നോവലാക്കി മാറ്റാനോ ഒക്കെ ഉള്ളത് അവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ അതുപോലെ എന്നെ വളരെയധികം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നെ പരിചയപ്പെട്ട വ്യക്തിയാണ് പത്മരാജൻ. ആ രീതിയിൽ എന്നെ അവിടുത്തെ ഒരു വായിക്കുന്നത് കേൾക്കാനുള്ള കേൾവിക്കാരനായിട്ട് എന്നെയും കൂടെ ചേർത്തു. എന്നോടും അഭിപ്രായങ്ങൾ ചോദിക്കും, എന്തെങ്കിലും പറയാനുണ്ടോ
എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ പ്രയാണത്തിൻ്റെ സമയത്ത് ഒരു പത്മരാജൻ ഒരു സെലിബ്രിറ്റി റൈറ്റർ ഒക്കെ ആയിട്ടുണ്ടോ? അല്ല, ഒരു ചെറുകഥാകൃത്ത്. അപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന അതെ, ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഏതോ സിനിമകളിൽ എഴുതി അറിയപ്പെടുന്ന വ്യക്തിയുടെ ഒരു ലേബൽ ഉണ്ടായിരുന്നു. എനിവേ, അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നതും ഇത് ചെയ്തു തുടങ്ങുന്നതും. അപ്പോൾ അദ്ദേഹം പത്മരാജൻ സ്വന്തമായിട്ട് പടങ്ങളൊന്നും ചെയ്തിരുന്നില്ല. വെറും ഇങ്ങനെ കഥ എഴുതുന്നു, തിരക്കഥ എഴുതുന്നു, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി ചെയ്തതാണ് പ്രയാണം. അപ്പോൾ പ്രയാണത്തിന് എനിക്ക് കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പരസ്യവും എല്ലാം കൂടുതലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ രീതിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കത്ത് വരുന്നത്. അന്ന് മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കത്ത് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ 3 ദിവസം എടുക്കും. ഞാനൊരു മറുപടി എഴുതുകയാണെങ്കിൽ തിരിച്ച് 3 ദിവസം വീണ്ടും ഉണ്ടാകും. അപ്പോൾ കത്ത് എഴുതിയത് ഇങ്ങനെയാണ്: എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടിയിട്ടുണ്ട്, വരണമെന്ന് പറഞ്ഞാണ് എഴുതിയത്. അപ്പോൾ ഞാൻ തിരിച്ചെഴുതി. ഞാനിങ്ങനെ എൻ്റെ പ്രായത്തിനൊത്ത വണ്ണം ഞാൻ തിരിച്ചെഴുതി. ഞാനൊരു സ്വപ്ന ലോകത്താണ്, ഞാനിവിടെ വളരെ പ്രതീക്ഷയെക്കാളും കൂടുതൽ പരിചയമുള്ള വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടി, അങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് വരാൻ ഇഷ്ടമില്ല എന്ന്. പിന്നെ അമ്മയെ കൊണ്ടും മൂത്ത ബ്രദറിനെ കൊണ്ടും എഴുതിപ്പിച്ചു. അങ്ങനെ തന്നെ കുറച്ച് ദിവസം കടന്നു. അടുത്ത് ഈ ഫാദർ എഴുതിയത് ഭരതൻ്റെ അഡ്രസ്സ് വെച്ചാണ്. അങ്ങനെ ആ കത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിച്ചു കാര്യം പറഞ്ഞു. ഭരതൻ പൊട്ടിച്ച് വായിച്ചു ആ കത്ത്? എന്നുവെച്ചാൽ ഭരതൻ്റെ പേരിൽ എഴുതിയ കത്ത്. മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പൊട്ടിച്ച് ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ മോചിപ്പിക്കൂ. അങ്ങനെയല്ല, എൻ്റെ സ്ഥാനന്തരായ എന്നുള്ള പേരിന് രാജ എന്നാണ് വിളിക്കുന്നത്. രാജ സിനിമ ശാശ്വതമല്ല, കിട്ടിയാൽ കിട്ടി, അത് എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷേ ഇത് ഗവൺമെൻറ് സാലറി തരുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അത് പോയി ജോയിൻ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു നിമിഷം ഞാൻ വളരെ ഭരതേട്ടനൊപ്പം ഇനിയും കുറേ വർഷം കഴിയാമെന്ന് വിചാരിച്ചിരുന്ന എൻ്റെ ആ ഒരു സ്വപ്ന മോഹം അങ്ങ് നഷ്ടപ്പെട്ടതായി തോന്നി. അത് ഈ ഭരതന് തന്നെയായിരുന്നു ആ ഉപദേശിച്ചതും അല്ലേ? ഗവൺമെന്റ് ജോബ് കിട്ടിയപ്പോഴത് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞേ. കാരണം അത് പ്രൈവറ്റ് സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളായതുകൊണ്ട് ഗവൺമെൻറ്റാണ് ശമ്പളം തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ അത് വളരെയധികം പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് തോന്നിയതുപോലെ ചെറിയ കാര്യം. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് നന്നായി എന്നാണോ തോന്നുന്നത്, അതോ ദുഃഖമുണ്ടോ? അല്ല, എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും ഈ സ്കൂൾ എൻ്റെ സിനിമാ വർക്കിനൊരു തടസ്സമായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത കാലത്താണ് അറിയപ്പെടുന്ന ക്യാമറാമാനായ ഷാജിയൻ കരൺ നിര്യാതനാകുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുഹൂർത്തങ്ങൾ എന്നുള്ളതായിരുന്നു. ഞാനും ആദ്യമായിട്ട് സ്വതന്ത്ര കലാസംവിധാനം ചെയ്യുന്ന ചിത്രവും ഈ മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ. പക്ഷേ ഇത് പത്രവാർത്തകളൊന്നും അധികം പ്രതിഫലിച്ച് കണ്ടില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഏതാണെന്ന്. എനിവേ, അത് കഴിഞ്ഞിട്ടാണ്, അതായത് ഛായാഗ്രാഹകൻ എന്നുള്ള രീതിയിലല്ലേ? അതെ, ഷാജി സാറിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ആദ്യത്തെ വർക്ക്. അതെ, ആദ്യത്തെ വർക്ക്. അത് ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ വിൻസെൻ്റ് മാസ്റ്ററുടെ ബ്രദറിലെ PM ബെന്നി. അദ്ദേഹം ഈ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ മറ്റേ വേഗത പോരാ പോരാ എന്നുള്ള കഥാപ്രസംഗവുമായിട്ട് ബന്ധം വരുന്ന ഒരു കഥയാണ്. മുഹൂർത്തങ്ങൾ എന്നാണ് പേര്. ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റാണി ചന്ദ്ര വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഈ സിനിമയെക്കുറിച്ച് പറയാറുണ്ട്. പിന്നീടാണ് ഞാനിങ്ങനെ പ്രിയദർശൻ്റെ ആദ്യത്തെ സിനിമ പൂച്ചയ്ക്കൊരു മൂക്കുത്തി ചെയ്യുന്നതും. അതേപോലെ പറയാൻ പോകുകയാണെങ്കിൽ ബാലു കിരിയാത്ത് എന്ന് പറയുന്ന വ്യക്തി എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്ന് തിരക്കഥ എല്ലാം നമ്മൾ പരസ്പരം ചർച്ച ചെയ്തൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരു ചിത്രമാണ് തകലോട്ടാമ്പുറം. വേറെയും ബാലു കിരിയത്തിൻ്റെ കൂടെ ഒരു സിനിമ കൂടെ ചെയ്തിട്ടില്ലേ? ഇല്ല, 2 സിനിമയില്ലേ ബാലു കിരിയത്ത്? അല്ല, ബാലു കിരിയത്തിൻ്റെ അസോസിയേറ്റിൻ്റെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രയാസം ഉണ്ടാകുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ സെപ്റ്റംബർ ഒക്ടോബർ ഈ 2 മാസം എനിക്ക് ലീവ് തരത്തില്ല. കാരണം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ കൊണ്ടുപോകണം. ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചോളം 2 മാസമെങ്കിലും ലീവ് എടുക്കേണ്ടി വരും.
അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമയം ഉള്ള ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ അവധി ചോദിച്ചാൽ എനിക്ക് നമ്മളൊരു വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്കൂളിലുള്ള കാര്യങ്ങൾ തെറ്റിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് ഇത്തരത്തിലായിപ്പോയത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ 14 സംവിധായകരുടെ 15 സിനിമയാണ് ഈ 2000-നുള്ളിൽ ഞാൻ ചെയ്തത്. അതിൽ ബാലു കിരിയാത്തിൻ്റെ സഹസംവിധായകരായിരുന്ന ഒരു VR ഗോവർദ്ധനും ഷാജി കൈലാസും ഉണ്ടായിരുന്നു. ഷാജി കൈലാസ് എന്നെ വിളിക്കുന്ന കാര്യത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്ക് ലീവ് കിട്ടാത്തതിൻ്റെ പേരിൽ ആ ക്രൂ ബോബൻ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഏകലവ്യൻ എന്നുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള ടൈമായി വന്നപ്പോൾ ഞാനും അത് പത്രത്തിലൂടെ വായിച്ചൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് കൊല്ലം ഒരു സുരേഷ് എന്നുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് പേര് വന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് മുമ്പേ ഈ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ആർട്ട് ഡയറക്ടറായിരുന്ന ബോബൻ ഒരു തമിഴ് പടത്തിൻ്റെ സെറ്റിലായിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ കൊല്ലം സുരേഷ് എന്നുള്ള വ്യക്തിക്ക് ചിക്കൻ പോക്സ് പിടിപെട്ടു. അങ്ങനെ എന്നെ ഒന്ന് വിളിച്ചു നോക്കി. അങ്ങനെ എനിക്ക് ലീവ് കിട്ടുന്ന സമയമായിരുന്നു. ഞാൻ ലീവ് എടുത്തതിൽ പങ്കെടുത്തു ഏകലവ്യനിൽ. അങ്ങനെ കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഴിക്കോട് അത് 28 ദിവസത്തോളം ഉണ്ടായിരുന്നു. പൂർണ്ണമായും എൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ അതിൽ ഈ നരേന്ദ്രപ്രസാദ്, സുരേഷ് ഗോപി ഇവർക്കുള്ള ചില ഡേറ്റ് ക്ലാഷ് വന്നതിൻ്റെ പേരിൽ ഒരു 3 ദിവസത്തെ ഒരു വർക്ക് ബാലൻസ് ഇട്ടു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പറയുമായിരുന്നു അവിടുത്തെ മെയിൻ ലൊക്കേഷനിലുള്ള ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ വഴുതക്കാടുള്ള ശ്രീമൂലം ക്ലബിൻ്റെ അകവുമായിട്ടൊരു പൊരുത്തമുണ്ടെന്നൊക്കെ നമ്മൾ തന്നെ പറയുമായിരുന്നു. എനിവേ ഷൂട്ടിംഗ് പാക്കപ്പ് ആക്കിയിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ സമയത്ത് ബോബൻ ഉണ്ടായിരുന്നു. അങ്ങനെ ബോബനും ഈ കാര്യത്തിൽ പങ്കെടുത്തു. അങ്ങനെ ടൈറ്റിൽ കാർഡിൽ സാധാരണ ഇപ്പോൾ സംവിധായകർ 2 പേര് ഒക്കെ വരാറുണ്ട്, ക്യാമറമാനും അങ്ങനെ 1-ൽ കൂടുതൽ പേര് വരാറുണ്ട്. അങ്ങനെ കലാസംവിധായകരുടെ കൂട്ടത്തിൽ നമ്മുടെ 3 പേരുടെ പേരും ടൈറ്റിൽ കാർഡിലുള്ള ഒന്നാണ്. മൂന്നാമത്തെ ആളാരായിരുന്നു? അല്ല, കൊല്ലം സുരേഷ് ആദ്യം തുടങ്ങി വെച്ചയാൾ. ഓക്കെ, അങ്ങനെ അപ്പോഴങ്ങനെ ഷാജി കൈലാസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ പ്രിയദർശനുമായിട്ടുള്ള വർക്ക് ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രിയദർശൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നിരിക്കുമല്ലോ പൂച്ചയ്ക്കൊരു മുഖത്ത്. അതെ അതെ. പക്ഷേ അതിൽ ഒരു സാധാരണ ചില സംവിധായകരുടേതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു വ്യത്യസ്ത ഒരു ഇതുള്ളതാണ്. അങ്ങനെ അധികം ആരോടും ഈ സംസാരിക്കുമ്പോൾ നല്ലവണ്ണം ചിലപ്പോൾ നല്ലവണ്ണം പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സംഭാഷണങ്ങൾ പറയും, ചിലപ്പോൾ വളരെ സീരിയസ് ആയിരിക്കും. എങ്കിലും ഞാൻ ഈ ഒരു ബഹുമാനത്തോടുകൂടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ എന്നെ അതിലുള്ള എല്ലാവർക്കും, കാരണം എൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ, പിന്നെ മേനക, അപ്പോൾ സുരേഷ് കുമാർ മേനക എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ളതായിരുന്നു. കാരണം മേനക ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ ആ അവസരത്തിലുള്ള കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് അതിൽ തന്നെ ഒരു പാട്ട് സീനിൽ കുറേയധികം കുട്ടികളെ വേണമായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലുള്ള കുട്ടികളാണ് അതിലെല്ലാം പങ്കെടുത്തത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക അനുഭവങ്ങൾ അക്കാര്യത്തിലുണ്ടായി. പിന്നെ പത്മരാജൻ എങ്ങനെയാണ്? കാരണം ഇത് മലയാളത്തിലെ ക്ലാസിക്സ് ആണല്ലോ. ഒരിടത്തൊരു ഫയൽവാൻ, പെരുവഴി അമ്പലം, രണ്ടും മലയാളത്തിലെ ക്ലാസിക്സ് എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ ആ 2 പത്മരാജൻ തന്നെ ചെയ്ത സിനിമകളുടെ കൂട്ടത്ത് വളരെ ഒരു അറിയപ്പെടുന്ന ക്രിട്ടിക്കലി അക്ലൈംഡ് എന്ന് പറയുന്ന 2 സിനിമകളാണ് ഇത് രണ്ടും. അത് 2ൻ്റെയും കലാസംവിധായകനാണ്. അതെ. അപ്പോൾ അത് പെരുവഴിയമ്പലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണാൻ പോകുന്ന കൂട്ടത്തിലും എല്ലാം നമ്മളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൽ മറ്റേ ബാലാരത്താണ് അങ്ങനത്തെ ഒരു ഈ ചെക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഇത് ആട്ടിയെടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലം അവിടെയാണുള്ളത്, പെരുവഴിയമ്പലത്തിൽ. അപ്പോൾ അതിലൊരു പുതുമുഖമാണ് നായകനായിട്ട് വരുന്നതും. അങ്ങനെ അശോകൻ ഇതിൽ അഭിനയിക്കുന്നു. അപ്പോൾ എല്ലാം എന്തോ പറയാൻ പക്വമായിട്ട്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഈ ഷൂട്ടിംഗ് സമയത്ത് അസിസ്റ്റൻ്റ്, അന്ന് മിക്കവാറും ഇപ്പോഴും 5-6 അസിസ്റ്റൻ്റുള്ള സമയത്ത് ഒരു അസിസ്റ്റൻ്റ് മാത്രമാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്.
അന്ന് ഈ പെരുവഴിയമ്പലമൊക്കെ ചെയ്യുമ്പോഴ ടോട്ടൽ ക്രൂ എത്ര പേരുണ്ടായിരുന്നു? അല്ല, വളരെ കുറച്ചാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, എൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് തന്നെ ഇപ്പോൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇപ്പോൾ തന്നെ 6-7 പേരില്ലാത്ത സിനിമകളില്ല. അതെ. പിന്നെ ഒരു സെറ്റ് ഇടുന്ന ഏതെങ്കിലും വർക്കുകൾ എക്സ്ട്രാ വരികയാണെങ്കിൽ അതിൻ്റെ എണ്ണം വീണ്ടും കൂടും. ആർട്ടിൻ്റെ കൂടെ ആൾക്കാരുടെ എണ്ണം കൂടും. മറ്റത് സാധാരണ രീതിയിൽ 2-3 പേര് എപ്പോഴും ലൊക്കേഷനിൽ തന്നെ ഉണ്ടാകും. പെരുവഴി അമ്പലത്തെക്കുറിച്ച് തന്നെ വീണ്ടും കൂടുതൽ പറയുകയാണെങ്കിൽ എത്ര പേരാണ് അതിനകത്ത് ടോട്ടൽ ക്രൂ എന്ന് പറയുന്നത്? എല്ലാത്തിലും കാണാം. ഇപ്പോൾ പിന്നെ സഹസംവിധായകർ തന്നെ സാധാരണ രീതിയിൽ 2 ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കാർഡ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. 2 ചീഫ് അസോസിയേറ്റ്. ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴത്തെ അല്ല, അന്ന് ടോട്ടൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു അറൗണ്ട് എത്ര 30 പേര് 20-25 പേരൊക്കെ ഉള്ളൂ. അതെ അതെ. കാരണം എല്ലാത്തിനും എണ്ണം കുറച്ചാണ്, അല്ലെങ്കിൽ എണ്ണം കൂടുതൽ വരുന്ന രീതിയിലുള്ള വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. കാരണം അവരെ കൊണ്ട് വർക്ക് തീർക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ അത്തരം ഹെൽപ്പുകൾക്ക് ഈ കാർ ഓടിച്ച് കിടന്ന ഡ്രൈവർമാർ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അവരെയും കൂടെ പരിഗണിക്കും. ഇപ്പോൾ നമുക്കൊരു സെറ്റിൽ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ക്യാമറയുടെ ആംഗിൾ മാറുന്നതനുസരിച്ചോ അല്ലെങ്കിൽ വേറൊരു മുറിയിലോട്ട് മാറുമ്പോഴോ നമുക്ക് ഫർണിച്ചറെല്ലാം പിടിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ അതിനു വേണ്ടി എന്നോടൊപ്പം ചിലപ്പോൾ ഉള്ളത് ഒരേ ഒരാളായിരിക്കും. അപ്പോൾ അതിന് ഹെൽപ്പിന് വേണ്ടി ഇതുപോലുള്ള ഡ്രൈവർ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ല. അതെ അതെ. അവരെയൊക്കെ ഇതിനകത്ത് വിളിച്ച് വരുത്തിയൊക്കെയാണ് ചെയ്തുകൊണ്ട്. ഒരിടത്തൊരു ഫയൽമാനും അങ്ങനെയായിരുന്നു. ഒരിടത്തൊരു ഫയൽമാൻ കൂടുതൽ ഔട്ട്ഡോർ, മറ്റു കുമരകമാണ് അതിൻ്റെ ഔട്ട്ഡോർ ഇത്. പിന്നെ അതിൻ്റെ അവിടുത്തെ ഒരു ചില പ്രത്യേകത, ഒരു ഫയൽമാൻ ട്രാൻസ്പോർട്ടിൽ അന്ന് ഗുസ്തി താരമായിരുന്ന റഷീദ് എന്ന് പറയുന്ന ആളാണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. പിന്നെ നെടുമുടി വേണുവിന് നല്ലൊരു പങ്കുണ്ടായിരുന്നു ആ സിനിമയിൽ. പിന്നെ അതിൽ പ്രത്യേകത എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത്, എന്നും ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കള്ളും കരിമീൻ പൊരിച്ചതും ഒരു പ്രത്യേകത ഉള്ളതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നെടുമുടി വേണുവിൻ്റെ ഗാനവും അത് വല്ലാത്ത എല്ലാവർക്കും വളരെയധികം തൃപ്തി വരുന്ന ഓരോ ദിവസത്തെയുമുള്ള രാത്രി സീനുകളിൽ പ്രധാനം അതായിരുന്നു. ഇപ്പം നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ഈ സിനിമാ മേഖലയിലുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ. ആ പീരീഡിൽ ഇപ്പോഴൊരു ഭരതൻ്റെയും പത്മരാജൻ്റെയും കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണല്ലോ താങ്കൾ. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം സിനിമാ രംഗത്ത്? പക്ഷേ യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെ ഒരു പേര് അവിടെ ഉപയോഗിക്കുന്ന പലരും ഉണ്ട്, ഇല്ലെന്നല്ല. കാരണം ഇപ്പോൾ പുകവലിക്കുന്നവരുള്ളതുപോലെ ഇതിലും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പരസ്പരം പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതൊരു പ്രയാസമുള്ള ഒരു ഘട്ടമായിട്ട് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ അതാണ് വസ്തുത. ആർക്കും ചിലപ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ അപ്പോഴും അതൊരു പ്രയാസം. കാരണം നമുക്ക് ഈ ലൊക്കേഷനിലോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ അതൊരു ദോഷവശമായിട്ട് അന്നൊന്നും ചിത്രീകരിക്കപ്പെട്ടില്ല. പക്ഷേ എങ്കിലും പലരുടെയും കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കൽ എടുത്തു പറയേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഭരതേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. 72-ലാണ് ഞാൻ ഭരതേട്ടനുമായിട്ട് അടുപ്പത്തിലാകുന്നത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി എന്നെ കൂടുതൽ അവിടെ ഇരുത്തിയിരുന്നത്. അപ്പോൾ രാത്രിയും പകലും ഒക്കെ എനിക്ക്, കാരണം ഇന്നത്തെ ആധുനിക കാലത്ത് കമ്പ്യൂട്ടറിലൂടെ പലതും എളുപ്പവഴിയിൽ ചെയ്യാവുന്നുള്ളത് അന്ന് 50-60 പ്രാവശ്യം ടൈറ്റിൽ തന്നെ വ്യക്തി എന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് കംപ്ലീറ്റ് എഴുതണമെല്ലാം. ഇവൻ ടൈറ്റിൽ ടൈറ്റിൽ കാർഡൊക്കെ വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ രാത്രി വരെ ഞാൻ ഇരുന്ന് അധ്വാനിച്ച് ചെയ്യും. പക്ഷേ അതേ സമയത്ത്
അദ്ദേഹം ബാക്കി അദ്ദേഹവും വളരെയധികം ഇതിൻ്റെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം എന്ന് പറയുന്ന ഭരതേട്ടൻ അതെ. അപ്പോൾ ഭരതേട്ടൻ ഇങ്ങനെ എന്നുകൊണ്ട് അദ്ദേഹത്തിന് രാത്രിയാവുമ്പോൾ ഒരു സ്മാൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കും, അപ്പോൾ എന്നെ രാജാന്നാണ് വിളിക്കുന്നത്, സാനിദ്രായെന്ന് എല്ലാം ചേർത്ത് വിളിക്കില്ല. ഒന്ന് കഴിക്കുന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ട് എന്നാലും നിങ്ങൾ ഫൈനാൻസിൽ പഠിച്ചതല്ലേ എന്നൊക്കെ വീണ്ടും എടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഫൈനാൻസിലും അവിടെ ഉള്ളതെനിക്കറിയാം. ഈ എക്സിബിഷൻ ഫൈനൽ ഇയറാകുമ്പോൾ എക്സിബിഷനൊക്കെ ഉണ്ട്, രാത്രി നിന്നൊക്കെ അവിടെ റൂം അറേഞ്ച് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ പരസ്പരം ചില കൂട്ടുകാരും ചില അധ്യാപകരുമുണ്ട് മദ്യം കഴിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനതിലൊന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ദിവസങ്ങൾ പോയി. പിന്നെ ഇടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ ഈ ഫിൽറ്റർ സിഗരറ്റ് വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ എനിക്കൊരു ജോലി പോലെ അതൊന്നിങ്ങനെ എടുത്ത് തരും. ആ ഫിൽറ്റർ സിഗരറ്റിലെ ആ ചുക്ക കംപ്ലീറ്റ് ഒരു നീഡിൽ കൊണ്ടെടുത്ത് മാറ്റണം, എന്നിട്ട് കഞ്ചാവ് നിറയ്ക്കണം, കൊടുക്കണം. അങ്ങനെയുള്ളത് അതൊക്കെ ഞാൻ അതിൻ്റെ ആ ഒരു സന്തോഷത്തോടെ ഞാനങ്ങ് ചെയ്തു പോകുന്നു. അത് അന്ന് ആരൊക്കെയായിരുന്നു? ഭരതനും വേറെ കൂടെ അല്ല, കൂടെ ആർക്ക് വേണ്ടിയിട്ടാ? ഭരതന് വേണ്ടി മാത്രമാണ് വേറെ ചില സുഹൃത്തുക്കളൊക്കെ വന്നു പോവും. മറ്റേ സിനിമയിലുള്ള കുറേ പേരൊക്കെ മാറി മാറി വരുന്നതൊക്കെ അറിയാം. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഡിസംബർ ആയപ്പോൾ, അതും ഡിസംബർ 24 രാത്രി, അപ്പോൾ അദ്ദേഹം ഒരു നിർബന്ധപൂർവം സന്തോഷത്തോടുകൂടെ പറഞ്ഞു, ഇന്ന് രാജൻ്റെ ക്രിസ്മസാണ്, ഇന്ന് ശകലം കഴിക്കാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സ്മാൾ കഴിക്കുന്നത്. അതുവരെ മദ്യപാനവും ഇല്ല. ഇതുണ്ടായിരുന്നോ? മറ്റേ വലിയ ഉണ്ടായിരുന്നു, മയക്കമായിരുന്നു? അയ്യോ, അത് ഞാൻ തൊട്ടിട്ടില്ല. അതാണ് എനിക്ക് ഉള്ള ഒരു പ്രത്യേകത. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം വീട്ടിൽ അന്നത്തെ സാഹചര്യത്തിൽ കൂട്ടുകെട്ടൊന്നും വലുതായിട്ടില്ലാത്ത രീതിയിൽ വളർന്നതിൻ്റെതായിരിക്കാം. എനിവേ അപ്പോൾ അത് പിന്നെ ജീവിതത്തിലുണ്ടായ അനുഭവം നല്ല ഐശ്വര്യത്തോടെ ഒഴിച്ചു തന്നതാണോ? പിന്നെ അതല്ല, പിന്നെ വെച്ചാൽ എനിക്ക് ഈ ഭരതേട്ടൻ്റെ ഒരു സഹോദരൻ്റെ മകനൊക്കെ അവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കും. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പുള്ളി മറ്റേ ബാറിലാണ് പോകുന്നത്, പക്ഷെ ഞാൻ പുറത്ത് നിൽക്കും. അങ്ങനെയൊക്കെയുള്ളത് പുള്ളി സ്മോക്ക് ചെയ്ത് വരുന്നതൊക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷേ എനിക്കും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നിർബന്ധം എന്നെ പ്രകോപിച്ചു. എന്തായാലും ഒന്ന് കഴിക്കാം, ഇത്രയും ദിവസം ആയില്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് ഭരതനോടൊപ്പം ഇരുന്നിട്ടാണ്? ഭരതനോടൊപ്പം ഇരുന്ന് അദ്ദേഹം തന്നെ ഒരു ഗ്ലാസ്സിൽ എടുത്തേക്ക് തന്നു, ഞാൻ കഴിച്ചു. ഭരതനോടൊപ്പം മദ്യപാനം തുടങ്ങുകയും ഭരതന് മയക്കമരുന്ന് റെഡിയാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്ന ആളെന്നുള്ള രീതിയിൽ ഒരു കാര്യം വളരെ തുറന്നു ചോദിക്കട്ടെ. നമ്മളിപ്പോൾ പല വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഭരതനെക്കുറിച്ചും പത്മരാജനെക്കുറിച്ചും പ്രിയദർശനെക്കുറിച്ചും ബാലു കിരീത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി വളരെ ജനറലായിട്ട് ചോദിക്കട്ടെ, നമ്മളിപ്പോഴ് സിനിമാ രംഗത്ത് അല്ലെങ്കിൽ കലാരംഗത്ത് ഈ മദ്യത്തിൻ്റെത് ഇപ്പോൾ വളരെ കുറവാന്ന് തോന്നുന്നു, മയക്കുമരുന്നിൻ്റെ, അത് പല രീതിയിലുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ നേടുന്ന സമയവുമാണ്. യഥാർത്ഥത്തിൽ ഈ ക്രിയേറ്റിവിറ്റിയും ഈ മയക്കുമരുന്നും തമ്മിൽ ഏതെങ്കിലും രീതിയിൽ കണക്ഷനുണ്ടോ? ഒരു മനുഷ്യൻ്റെ, ഒരു കലാകാരൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയെ എൻഹാൻസ് ചെയ്യുന്നതിന് ഏതെങ്കിലും രീതിയിൽ ഈ ഡ്രഗ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ചിലരുടെ കാഴ്ചകൾ കാണുമ്പോൾ അവരതിൽ അഡിക്റ്റായതുപോലെ മാറി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് ചിലർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒന്ന്, ഇപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് 23 ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അപ്പോൾ അതിൽ 16 ദൂരദർശനിൽ വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വരുമ്പോൾ ചില എഴുത്തിൻ്റെ വഴികൾ അല്ലെങ്കിൽ എഴുതുന്നതിനുള്ള ഒരു പ്രചോദനം ഒരു മിനിമം മദ്യത്തിന് കഴിയുമെന്നുള്ളതാണ് എൻ്റെ. കാരണം ഇവിടെ തിരുന്ന് അത് പൂർത്തിയാക്കണമെന്നുള്ള ഒരു തോന്നൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഓവറാകരുത്.
അങ്ങനെയുള്ള ഒരവസ്ഥ അത് ഉറപ്പായിട്ടുണ്ട്. എൻ്റെ ചിത്രകലയിൽ ഇപ്പോഴും ഒരു പെയിൻറ്റിങ്സ് എനിക്ക് ചെയ്യണം, അത് ചെയ്ത് തീർക്കണം. അപ്പോൾ തീർക്കുന്നതിനുള്ള എനിക്ക് ഒരു 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 ആ ഉറപ്പ് തരാൻ ഉള്ള ഒരു കഴിവുള്ളതുപോലെ ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ബോറടിക്കുന്നു എന്നുള്ളത് വരുന്നില്ല എനിക്ക്. ഞാനത് 2-3 മണിക്കൂർ കൊണ്ട് ഞാനിത് വരച്ച് തീർക്കുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം ബാക്കി മാറ്റി വയ്ക്കുന്നു. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ എനിക്ക് ഇതിൻ്റെ ഒരു ചെറിയ അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കൂടുതൽ മൈൻഡ്ഫുൾനെസ് കിട്ടുന്നു എന്നുള്ളതല്ലേ ഈ ഒരു പറയുന്നത്, ചെറിയ ഒരു വ്യത്യാസം. അത് സാധാരണ നിലവിലുള്ള മൈൻഡിൽ നിന്ന് അത് അല്പം വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല ആ കാര്യത്തിൽ. പക്ഷേ പലരും ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്നൊക്കെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പാക്കപ്പ് ആകുന്ന ദിവസം ഹോട്ടൽ മുറിയിൽ ഈ നിലവിലുള്ള മദ്യങ്ങളെല്ലാം 3-4 കുപ്പികൾ വീതം അടുക്കി വെച്ചിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നമ്മുടെ ബ്രാൻഡ് ഏതാണോ അല്ലെങ്കിൽ ഒരു ഇതുമില്ലാതെ നമുക്കെടുത്ത് കഴിക്കാം. പക്ഷേ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും ഞാൻ മിനിമം എൻ്റെ ഒരു സ്മാൾ, ചിലപ്പോൾ അത് ലാർജ് ആകും, അത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാവരും പല രീതിയിൽ അത് ഉപയോഗിച്ച് അന്ന് തന്നെ വീട്ടിൽ പോകാൻ കഴിയാത്ത വണ്ണവും അവിടെ കിടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംവിധാനം സാനന്ദരാജ് എന്നുള്ള രീതിയിൽ ഒരു സിനിമ വരിക എന്നുള്ളതാണല്ലോ ആഗ്രഹം ഏറ്റവും വലുത്. താങ്കളൊരു സിനിമയുടെ വർക്കിലാണ് എന്ന് ഞാനിങ്ങനെ അല്ല, ഒന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് പോലെ ഞാൻ എഴുതിയ ഷോർട്ട് ഫിലിമിന് വേണ്ടി എഴുതിയതുപോലെ 7 സിനിമാ തിരക്കഥകളാണ് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ ഏറ്റവും അധികം എനിക്ക് പ്രചോദനം തരുന്ന, അല്ലെങ്കിൽ അത് എനിക്കൊരു ഡ്രീം പ്രോജക്റ്റ് പോലെ നിൽക്കുന്ന ഒന്നാണ് ചൂണ്ടുപലക. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതോ ടൈറ്റിലോ സൈറ്റിലൊക്കെ അത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ അതിൻ്റെ വർഷങ്ങൾ അങ്ങ് നീണ്ടു. കാരണം എനിക്ക് സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഈ സ്കൂൾ വിട്ട ശേഷം അനിമേഷൻ പഠിപ്പിക്കാൻ പോയപ്പോൾ അവർ സ്കൂളിനേക്കാളും കുറച്ചുകൂടെ നിബന്ധനകൾ കൂടി അവരോടൊപ്പം വർക്ക് ചെയ്യേണ്ടി വന്നു. ഒരു ഫ്രീഡം കിട്ടാതെ ഞാൻ വല്ലാണ്ട് വലഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ ഇതിനു വേണ്ടി ഒരുങ്ങി തുടങ്ങുമ്പോഴാണ് വേറൊരു വർക്ക് എനിക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അതൊരു പരിസ്ഥിതി ചിത്രമാണ്. എന്ന് വെച്ചാൽ ഒരു ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരാളുടെ ഒരു വർക്ക് എനിക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് പൂർത്തിയാക്കി സെൻസറിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ഫോറിൻ ഫെസ്റ്റിവലിന് അയച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഞാനത് ഇതിന് അടുത്ത ഈ ചൂണ്ടുപലക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലഹരിക്കെതിരെയുള്ള ടീനേജ് പ്രശ്നങ്ങൾ പറയുന്ന ഒരു കഥ. അപ്പോൾ അതെനിക്ക് ഒരു വാശി പോലെ തോന്നി. ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു, പ്രകടമാക്കിക്കൊണ്ട് പോകുന്നു. പക്ഷേ വരുന്ന ചില പ്രൊഡ്യൂസറൊക്കെ ചില കാര്യത്തിന് ചില കാരണങ്ങളാൽ മാറിപ്പോയിട്ടുണ്ട്. വീണ്ടും ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ അത് വളരെ ആഗ്രഹത്തോടുകൂടെ ഞാൻ അതിലുള്ള പല കാര്യങ്ങളും വീണ്ടും അതിൻ്റെ ത്രെഡിൽ പല കാര്യങ്ങളും മനഃശാസ്ത്രജ്ഞന്മാരോടും ഡോക്ടർമാരോടും ചോദിച്ചറിഞ്ഞാണ് ഞാൻ എന്നെ കറക്റ്റ് ചെയ്ത് ഒരു സമൂഹം അല്ലെങ്കിൽ പബ്ലിക് കാണുമ്പോൾ ഇങ്ങനെയല്ലേ എന്ന് തിരിച്ചൊരു ചോദ്യം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ എന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ചൂണ്ടുപലക എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതെ, താങ്ക് യു. അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഓക്കെ.